ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം കെട്ടിപ്പറക്കി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്കിലേക്ക് എവിടെയെങ്കിലും പോകണം ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് തരണമായിരുന്നു കേട്ടോ. അമ്മയും അവനും ഉമ്മയൊക്കെ കൊടുത്ത് പെട്ടെന്ന് വായോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേ. നമ്മൾ ബസ്സിലാണ്ട പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പറവൂർ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് വെള്ളവും കടികളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴായിരുന്നു നമ്മൾ വന്ന വണ്ടിയിൽ ഡ്രൈവറിന് സുഖം ഉണ്ടായിരുന്നില്ല, ആള് സുഖമില്ലാണ്ട് അവിടെ കിടന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ക്രീം ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളേ. കുറേ നേരം, കുറച്ചധികം നേരം നമ്മൾ പറവൂർ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ ബസ്സിലായിട്ട്. ഭയങ്കര ചൂടും വെയിലൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി കുഞ്ഞിക്കിളി അതിനകത്തേക്ക് കയറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കിളിയുടെ കാര്യം അറിയാലോ. കുഞ്ഞിക്കിളി എല്ലാവരെയും മൈക്ക് കയ്യിലെടുത്ത് സെറ്റായിട്ടാ ഞങ്ങൾ രണ്ടാമത് വേറൊരു ബസ്സിൽ കയറിയിട്ടാണ്. ആ ബസ്സിൽ ഡ്രൈവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാറി കയറേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. ഉണ്ണീനെ ആദ്യം കണ്ടിട്ട് കുഞ്ഞിക്കിളി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ടയർഡായിട്ടാ ബസ് യാത്ര. എൻ്റെ പൊന്നേ, നമുക്ക് റൂം കിട്ടാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ വാർഡിലായിരുന്നു കേട്ടോ. വാർഡിലാണെങ്കിൽ നമ്മളെ കയറ്റിയില്ല. നമ്മളവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്നേഹയും കുഞ്ഞോളമ്മയും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തുനിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അപ്പോഴും നമ്മൾ റൂം കിട്ടാൻ നല്ലോണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സ്നേഹക്ക് നല്ല ടയേർഡ് ഫേസിൽ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമല്ലോ, ഈ ഒരു സ്റ്റേജ് കടന്നു വന്നതുകൊണ്ട് ആ ഒരു സമയത്ത് മാനസികാവസ്ഥ എന്താവും നമ്മളെപ്പോലെയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവുമല്ലോ. കൂട്ടത്തിലായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ കുറച്ച് നേരം ഞാനും ഉണ്ണിയും കൂടി സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന്. അതിനുശേഷം അമ്മച്ചി പോയി ചായയും കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. പുറത്തിറങ്ങി വന്നപ്പം അവർക്ക് അത് കൊണ്ടേക്ക് കൊടുത്തു. ഇന്ന് നമ്മൾ എത്ര നേരം അവിടെ നിന്നിട്ട് കാറിൽ ഇന്ന് എന്തായാലും ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡെലിവറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ നാളെ ആയിരിക്കാം, അപ്പം നമുക്ക് തിരിച്ച് നാളെ വരാമെന്ന് ഓർത്തു. അപ്പോഴേക്കും റൂമൊക്കെ റെഡിയായി നമുക്ക് റൂമിലൊക്കെ ഇരിക്കാമല്ലോ. കാർ അവിടെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാറിലേക്ക് വന്ന് കയറി നേരെ വീട്ടിലേക്ക് പോവേ. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് ആയിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് വിൽക്കാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.